ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മുറുക്കാണ്. ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ പറയുന്നത്. ഇത് നമ്മൾ ലിക്വിഡ് ബാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയൊരു പ്രത്യേകത, ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഉഴുന്നില്ല, കടലമാവില്ല, ഇതൊന്നുമില്ലാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണിത്. 250 ഗ്രാമിൻ്റെ കപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളിനി ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം കൂടി എടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. 2-3 തരത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ വന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി പറയുന്നത് ഒരു ടിപ്പാണ്. 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ വെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മുറുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് വരുന്നത്. ബട്ടറിന് പകരം നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുത്താലും ഇത്രയും ടേസ്റ്റ് വരത്തില്ല, ഇത്രയും ക്രഞ്ചി ആയിട്ടിരിക്കത്തില്ല. അതുകൊണ്ട് ബട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പൊടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കറുത്ത എള്ളാണ്. അതും 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം വേണ്ടി വരും. നോർമൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചില അരിപ്പൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. ഞാനിവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് 1.25 കപ്പാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇത് നല്ലപോലെ കട്ടയില്ലാതെ കലക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈവച്ചും കലക്കിയെടുക്കാം. എങ്ങനെയായാലും കട്ടയില്ലാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മളിത് ഗ്യാസുമേ വെക്കാൻ പോവാണ്. ഇത്രയും നേരം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പം ചെയ്യുന്നത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ്. ഇത് നല്ലപോലെ കൈവിടാതെ അങ്ങ് ഇളക്കണം. ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി ഇത് നല്ല കട്ടിയായിട്ട് വരും. അത്രയും നേരം ഇത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് ഇളക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതിവിടെ കട്ടിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൈവിടാതെ തന്നെ അങ്ങ് ഇളക്കുക. കുറച്ചും കൂടി അങ്ങ് നല്ലപോലെ കട്ടിയായിട്ട് വരും. നമ്മൾ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ആ പാകത്തിൽ വരും. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കിയാൽ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒട്ടി പിടിക്കത്തില്ല. ഇത് നല്ല പാകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വലിയ പാത്രം എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് ഇളക്കാനും പറ്റും. ഈ സമയത്ത് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കുക. ഇപ്പം ഇത് ഓൾമോസ്റ്റ് കട്ടിയായിട്ടുണ്ട്. ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ പാനിൽ തന്നെ വെച്ചിരുന്നാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കുക. ഇത് ശരിക്കും ഇനി കുഴയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാലും നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് കുഴച്ച് നോക്കണം. ഉടനെ നമുക്കിത് കുഴയ്ക്കാനൊക്കത്തില്ല, ചൂടായതുകൊണ്ട്. 1 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ചെറിയ ചൂടിലാണ് കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾക്കിനി ഇത് വെച്ച് നേരെ മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ സിംഗിൾ മുറുക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സിംഗിൾ സ്റ്റാറുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 സ്റ്റാറൊക്കെ ഉള്ള അച്ചെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഇത് തീരും ചെയ്യും. ഇതേ സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുറുക്കുണ്ടാക്കാനുള്ള എണ്ണയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് എണ്ണയൊന്ന് തേക്കുക. ഇതിനകത്തേക്ക് വേണം നമ്മൾ മുറുക്കുണ്ടാക്കി വെക്കാനായിട്ട്. നമ്മൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ ഇതുപോലെ വേണം ഇത് വീഴാനായിട്ട്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വീഴും. അന്നേരം കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അതെല്ലാം വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. നമ്മൾക്ക് പ്രസ് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം ഒന്ന് സ്പൂൺ കൊണ്ടെങ്ങാനും ഒഴിച്ചു കൊടുത്ത് നമ്മൾ വീണ്ടും കുഴച്ചെടുക്കേണ്ടി വരും. ഇതുപോലെ 4-5 എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കാം. അതിനുശേഷം നമ്മൾക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 എണ്ണമാണ് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് നേരെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലത്തെ സ്പൂണിനകത്ത് നേരിട്ട് തന്നെ ഉണ്ടാക്കുക. എന്നിട്ടത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലേറ്റിനകത്ത് നിന്നാണ് ഇട്ട് കൊടുക്കുന്നത്. 5 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഡാർക്ക് കളർ ആക്കരുത്. ഇതിരുന്നിട്ട് ഒന്നും കൂടെ മൂക്കും. അതുകൊണ്ട് ചെറിയൊരു ഡാർക്ക് കളർ ആകുമ്പോൾ തന്നെ ഇതെടുക്കാം. അതായത് ഇതിൻ്റെ പതയെല്ലാം നിൽക്കാൻ തുടങ്ങും. പതഞ്ഞ് വരത്തില്ല. ഇത് മൂത്ത് കഴിയുമ്പോൾ ആ ഒരു സ്റ്റേജിൽ വേണം ഇത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ പതയെല്ലാം നിന്നിട്ടുണ്ട്.
ഈ ഒരു സമയത്ത് വേണം നമ്മൾക്കിത് എടുക്കാനായിട്ട്. മുറുക്കെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ സെക്കൻഡ് ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തു. അതും മൂത്ത് വന്നിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി വെച്ച് 15 മുറുക്കാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. വലിയ മുറുക്കാണെങ്കിൽ 15 എണ്ണവും ചെറിയ മുറുക്കാണെങ്കിൽ 20 എണ്ണത്തിൻ്റെ അടുത്തും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കണം. കടലമാവോ ഉഴുന്നോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്